നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇനി നമുക്കൊരു ചെറിയൊരു ലഞ്ച് മെനു ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് വഴുതനങ്ങ മെഴുക്ക് പുരട്ടി, ഉണക്ക ചെമ്മീൻ, മാങ്ങക്കറി, അതുപോലെ കൂർക്ക മെഴുക്ക് പുരട്ടി, പിന്നെ ഒരു ഫിഷ് ഫ്രൈ ഉണ്ട്, പിന്നെ നമുക്ക് പപ്പടം വേണമെന്നുണ്ടെങ്കിൽ വറക്കാം. ആ സമയത്ത് എന്താ ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ പറഞ്ഞതിൽ നിന്നൊക്കെ ചെറിയ ചേഞ്ചസ് ഒക്കെ ചിലപ്പോൾ വരാട്ടോ. മീൻസ് അങ്ങനെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിൽ തയ്യാറാക്കുന്നതൊന്നുമല്ല. ഇപ്പൊ ഞാനിവിടെ എന്തായാലും ലഞ്ച് എനിക്ക് ഉണ്ടാക്കണം. അപ്പൊ നിങ്ങൾക്കും കൂടെ എന്തായാലും ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പൊ ഇത് കൂർക്കയാണ് കേട്ടോ. കൂർക്ക ഓൾറെഡി നന്നാക്കി വേവിച്ചതിന് ശേഷം ഫ്രീസ് ചെയ്ത് വെച്ചതാണ്. ഇത് അച്ഛനും അമ്മയൊക്കെ വന്നപ്പോ അവര് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ കൂർക്ക. അപ്പൊ എൻ്റെ അമ്മയും അനുപേണ്ട അമ്മയൊക്കെ കൂടെ ഇത് ക്ലീൻ ചെയ്ത് തന്നിരുന്നു കേട്ടോ. പിന്നെ എളുപ്പമായല്ലോ. അപ്പൊ ഞാൻ ഇതുപോലെ വേവിച്ചിട്ട് ഫ്രീസറിൽ വെച്ചതാണ്. ഈ കൂർക്കയ്ക്ക് ആകുമ്പോൾ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഒക്കെ പൊതുവെ ഇഷ്ടപ്പെട്ട സംഭവമാണ്. പക്ഷെ ഇത് നന്നാക്കി എടുക്കാനാണല്ലോ ശരിക്കും ബുദ്ധിമുട്ട്. അപ്പൊ ഇങ്ങനെ നന്നാക്കിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എളുപ്പമാണ്. അപ്പൊ ഇതേ കൂർക്ക് കണ്ടോ, ഞാൻ ഡീഫ്രോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ പണി എളുപ്പമാണ് ശരിക്കും. പിന്നെ അതേ ഉണക്ക ചെമ്മീൻ, ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെയാണ് കേട്ടോ അമ്മ. അപ്പൊ ഉണക്ക ചെമ്മീൻ മാങ്ങക്കറി, അതുപോലെ ഉണക്ക ചെമ്മീൻ ചുരയ്ക്ക ഉണക്ക ചെമ്മീൻ കറി, അതായത് ശരിക്കും ചെമ്മീൻ എന്നൊക്കെ പറയും തൃശ്ശൂർ. അപ്പോൾ അതൊക്കെ ഭയങ്കര പോപ്പുലർ അല്ലേ. ഞാൻ റെസിപ്പി ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ ഇത് ഇതുപോലെ ഒരു വലിയ പിടി ഉണക്ക ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് എന്താ പറയുക, ഇതൊന്ന് കുറച്ച് സമയം, ഒരു 10 മിനിറ്റോളം സമയം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ആയാലും മതി, വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുക്കാം. അപ്പോൾ അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സമയത്ത് ഇതിൻ്റെ തലയും മാലൊക്കെ കളഞ്ഞു കൊണ്ടുവന്നത് എനിക്ക് ഉണ്ടാക്കാനും എളുപ്പമായി. അപ്പൊ ഇത് ഒരുപാട് സമയം വെള്ളത്തിൽ കുതിർത്തി എടുക്കരുത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഫ്ലേവേഴ്സ് ഒക്കെ ആ വെള്ളത്തിലേക്ക് പോയി നഷ്ടപ്പെടും. ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പൊ ആദ്യം നമുക്ക് കൂർക്കി ഒന്ന് കാച്ചിയെടുക്കണം. അപ്പം ചെറിയുള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. ഇവിടെ അനുപേണ്ട അമ്മ ഉണ്ടായിരുന്ന സമയത്ത് അനുപേണ്ട അമ്മ ചെറിയുള്ളിയൊക്കെ തൊലി കളഞ്ഞ് ഉണ്ടായിരുന്നു 3 ദിവസം ഉണ്ടോ, കഴിഞ്ഞ ദിവസം കഴിഞ്ഞുള്ളൂ. ഞാൻ വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെക്കാറുണ്ട്, ചെറിയുള്ളി അങ്ങനെ തൊലി കളഞ്ഞ് വെക്കാറില്ല. അപ്പോൾ ആദ്യം എളുപ്പമുള്ള പരിപാടികളൊക്കെ ആദ്യം തന്നെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, പെട്ടെന്ന് കുക്കിംഗ് കഴിയും. അപ്പോൾ ഇത് ഞാനൊരു മൺചട്ടി എടുത്ത് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ചെറിയുള്ളി ചതച്ചതിട്ട് കൊടുക്കുക. കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഈ ചെറിയുള്ളിയൊക്കെ നന്നായിട്ടത് മൂത്ത്. അപ്പോൾ ഞാൻ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളി അവിടെ ഇരുന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് ഞാൻ അത് കുതിർത്തിയെടുത്ത ഉണക്ക ചെമ്മീൻ ഉണ്ടല്ലോ, അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഇതിലിപ്പോൾ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, കറിക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവറോട് കൂടി വരും അത് കറി. ഒന്നും ചേർക്കണ്ട, ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഉള്ളി കണ്ടോ ഒന്ന് മൊരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. തീ കുറച്ച് വയ്ക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം, എരിവിനനുസരിച്ച് കേട്ടോ. ഞാനൊരു 1.5 ടീസ്പൂണോളം അളവിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്, കാരണം കൂർക്ക വേവിച്ച സമയത്ത് ഞാൻ മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. അതാണ് ഈ ഒരു സമയത്ത് ചേർക്കുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ക്ലീൻ ചെയ്യാത്ത കൂർക്കയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ കൂർക്ക നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങിയെടുക്കുന്നത് പോലെ പുഴുങ്ങിയെടുക്കാൻ പറ്റും കേട്ടോ. രണ്ട് തൊലി കളഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കയ്യിൽ കറിയാവാതെ എളുപ്പത്തിന് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കുക. ഇപ്പോൾ നാട്ടിലൊക്കെ കൂർക്കയൊക്കെ ക്ലീൻ ചെയ്തിട്ടൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു ഇന്നാൾ കൂർക്ക ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് കിട്ടിയിട്ട്, മീൻസ് നന്നായിട്ട് കഴുകിയതിന് ശേഷമൊക്കെ ആയിരുന്നു കറി വെച്ചത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ മണ്ണ് ഇങ്ങനെ നന്നായിട്ട് കടിക്കുമായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് കൂർക്ക, വേവിച്ചെടുത്ത കൂർക്ക ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഞാൻ വേവിച്ചത്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. ഒന്നെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നോട്ടെ. കുറച്ച് ഭാഗം ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. ഞാനിതിലേക്ക് വളരെ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണുള്ള അളവിൽ വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. വെള്ളം വറ്റി വന്നോളും, പക്ഷെ അങ്ങനെയാകുമ്പോൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് വരും. നന്നായിട്ട് ഈ മുളക് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് പിടിച്ച് വരാൻ നന്നായിട്ട് വരും. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കണേക്കാളും ഒന്ന് കുഴഞ്ഞിരിക്കുന്നതായിരിക്കും എപ്പോഴും ടേസ്റ്റ് ആയിട്ട് വരും. ഇതിലിപ്പോൾ ഉപ്പൊക്കെ പെർഫെക്റ്റ് ആണ്. ഇനിയിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ പോലെ ഒന്നിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കൂർക്ക മെഴുക്ക് പുരട്ടി റെഡി. പിന്നെ ഉണക്ക ചെമ്മീനും മാങ്ങയും കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ
പച്ചമാങ്ങ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങയുടെ സീസൺ അല്ലാത്ത കാരണം അത്ര നല്ല എന്താ പറയുക നല്ല മൂത്ത മാങ്ങയൊന്നും അല്ല കിട്ടിയിരിക്കുന്നത്. ചുള വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളി ചതച്ചത്, അതുപോലെ പൊടികൾ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർക്കാം. 2 നല്ല എരിവുള്ള പച്ചമുളകാണ് ഇട്ടത്. ഇതൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഉണക്ക ചെമ്മീൻ കണ്ടോ, ഞാൻ അതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, എണ്ണ ഒന്നും ഒഴിക്കാതെ. നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിലാണ് റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് നാളികേരം ഇതുപോലെ കൊത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കും. ഒരുപാട് നാളികേരത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ചെമ്മീൻ്റെ ഫ്ലേവേഴ്സ് കാര്യങ്ങളൊക്കെ പോകും. പക്ഷേ ഒന്ന് കുറച്ചൊരു തിക്നെസ്സിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നാളികേരം അരച്ചെടുത്തതും ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ വെള്ളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് മാങ്ങയുടെ കഷ്ണങ്ങളും എല്ലാം ഒന്ന് വെന്തതിന് ശേഷം ഒന്ന് കുറുകി വരട്ടെ. ചെമ്മീൻ പിന്നെ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തതാണല്ലോ. ഒന്ന് തിളച്ചതിന് ശേഷം അടച്ചു വയ്ക്കും. കുറേ ദിവസമായി ഇവിടെ ഒരു വഴുതനങ്ങ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇന്ന് അവനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമുക്ക് നല്ല ചെറുതായിട്ട് അങ്ങനെ മുറിച്ചെടുക്കാം. കേടുള്ള ഭാഗത്ത് വരെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിക്കളയാം കേട്ടോ. ഇതുപോലെ നമുക്ക് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വന്നുണ്ട്. അടച്ച് വെച്ചിട്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ വേറൊരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ ഒന്ന് മുറിച്ചത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തിട്ട് അത് വഴറ്റിയെടുക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു റെസിപ്പിക്ക്. ഈ സവാളയിലേക്ക് തന്നെ നമുക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് 1 ടീസ്പൂൺ നിറയെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ തന്നെ നമുക്ക് വഴുതനങ്ങ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴന്നു നോക്കും. ആ ഒരു സമയം വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വഴന്നു വരുന്ന ആ ഒരു സമയത്ത് സവാള വഴന്നു നോക്കും കേട്ടോ. എക്സ്ട്രാ വഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇത് തീ കുറച്ചതിന് ശേഷം നമുക്ക് ഇത് അടച്ചിരിക്കാം കേട്ടോ. ഈ ഒരു ആവിയിലിരുന്ന് ഇത് വഴന്നു പോകും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്യാം. മീനിലേക്ക് സാധാരണ ഒരു മസാലയാണ് കേട്ടോ. മുളക് പൊടി എരിവിനനുസരിച്ച്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. അതിനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈഡ് മസാല റെഡി. ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ വേളൂരി എന്ന് പറഞ്ഞ മീനാണ്. അതിനുശേഷം എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സമയം ഉണ്ടെങ്കിൽ കുറച്ച് സമയം മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം വറുത്തെടുക്കാം. മീൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ചെമ്മീനും മാങ്ങയും റെഡിയായി നോക്കാം. മാങ്ങ നോക്കാം. അതുപോലെ നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയുണ്ടല്ലോ, അതും ഇടയ്ക്ക് നടത്തിട്ട് അതൊക്കെ റെഡിയായിട്ട് വരട്ടെ. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടോ, മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇത് മതി കാശി ഒഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടോ, കറക്റ്റായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. മതി.
ഇനി ഇതിലേക്ക് നമുക്ക് കാശി ഒഴിക്കും. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ഉള്ളി മുറിച്ചത് എല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇപ്പോൾ കണ്ടോ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു. അപ്പോൾ നമ്മുടെ ഉണക്ക ചെമ്മീനും മാങ്ങയും കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫിഷ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇത് ഓവറായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, മതി. അപ്പോൾ അങ്ങനെ കഴിച്ചാലോ, ഭക്ഷണം കഴിച്ചാലോ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ചോറ് എടുക്കാം കേട്ടോ. പിന്നെ കൂർക്ക മെഴുക്ക് പുരട്ടി, വഴുതിനിങ്ങ മെഴുക്ക് പുരട്ടി, ഫിഷ് ഫ്രൈ, പിന്നെ നമ്മുടെ ഉണക്ക ചെമ്മീൻ മാങ്ങാക്കറി, അതും കൂടി വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് പപ്പടം വറുത്തത് വെക്കാം. ഇത് രാവിലെ ഞാൻ മോന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു, സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ. സത്യം പറയുന്നത് രാവിലെ ഒരു ലഞ്ച് ഉണ്ടാക്കിയതാണ്. പിന്നെ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത് കുറച്ച് സോയ ചങ്ക്സ് ഫ്രൈ ആണ്. ഇത് ഞാൻ രാവിലെ ഉണ്ടാക്കിയതായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെഡി. വേണമെങ്കിൽ അച്ചാറും വയ്ക്കാം, അച്ചാർ വേണമെന്നില്ല അല്ലേ, എന്തായാലും ഒരു വഴിക്ക് പോകണമെന്നില്ല, അച്ചാറും കൂടി ഇരിക്കട്ടെ. ഇത് അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറാണ്, സ്റ്റാർ ഫ്രൂട്ടിൻ്റെ അച്ചാറാണ്. അപ്പോൾ നമ്മുടെ ലഞ്ച് മെനു റെഡി. അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡിന് കഴിച്ചാലോ. അപ്പോൾ നമുക്ക് കഴിച്ചാലോ. ആദ്യം നമ്മുടെ ഉണക്ക ചെമ്മീൻ മാങ്ങാക്കറി കൂട്ടി കഴിക്കാം, അതും പപ്പടമൊക്കെ കൂട്ടി. നല്ല ഫ്ലേവറോട് കൂടി ഒരു കറി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ ഉണക്ക ചെമ്മീൻ മാങ്ങക്കറി തൃശ്ശൂർ സ്പെഷ്യലാണെന്ന് തോന്നുന്നു. ഉണ്ടോ, കൊല്ലത്തൊക്കെ ഉണ്ടോ? ഇല്ല. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട കൂർക്ക മെഴുക്ക് പുരട്ടി. കൂർക്ക ഇങ്ങനെ ഇവിടെ അങ്ങനെ കാണാറില്ല, കിട്ടാറില്ല. കൂർക്ക ചോദിച്ച് ചെല്ലുമ്പോൾ അവർ ചെയ്യുമ്പോഴേക്കാണ് എടുത്ത് തരാറ്. അപ്പോൾ വല്ലപ്പോഴും കിട്ടുന്ന സംഭവമാണ് കൂർക്ക, നാട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. ഇതിപ്പോൾ അച്ഛനമ്മയും കാണുന്ന കാരണം കിട്ടി. കൂർക്ക മെഴുക്ക് പുരട്ടി പിന്നെ പറയണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ വഴുതിനിങ്ങ മെഴുക്ക് പുരട്ടി. വഴുതിനിങ്ങ പലർക്കും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്, പക്ഷെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ, അടിപൊളിയാണ്. അച്ചാറും അടിപൊളി തന്നെയാട്ടോ. അതുപോലെ സോയ ചങ്ക്സ് ഫ്രൈ, ഇത് സിമ്പിളായിട്ടുള്ളൊരു സോയ ചങ്ക്സ് ഫ്രൈ തന്നെയാണ്. ജസ്റ്റ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, അതുപോലുള്ള കാര്യങ്ങൾ മാത്രം ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാം, അതിന് ശേഷം നല്ല അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും. നല്ലൊരു നാടൻ ലഞ്ച് തന്നെയാണ്.